അങ്ങനെ സ്വർണ്ണവില 1 ലക്ഷത്തിൽ എത്തിയതിന്റെ ഞെട്ടലിലാണ് മലയാളി. ഒരു പവൻ കയ്യിലുണ്ടെങ്കിൽ ലക്ഷാധിപതിയായി എന്ന് ചുരുക്കം. അപ്പോൾ ലക്ഷാധിപതി ആയോ എന്നൊക്കെ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. 100 വർഷം മുമ്പ് എത്രയായിരുന്നു ഒരു പവന്റെ വിലയെന്നറിയാമോ? നമുക്ക് അത് മുതൽ പരിശോധിച്ച് തുടങ്ങാം. 100 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ 1925 മുതലുള്ള കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. 100 വർഷം മുൻപ് വെറും 13 രൂപയായിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. ലക്ഷപ്രഭയിലേക്ക് എത്തിയ പൊന്നിന്റെ വിലക്കയറ്റം ഈ 100 വർഷത്തിനിടയിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. 1925 മാർച്ച് 31 ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 13 രൂപ 75 പൈസയായിരുന്നു ഒരു പവന്റെ വില. 50 വർഷം കഴിഞ്ഞ് 1975 മാർച്ച് 31 396 രൂപയായി പവന്റെ വില ഉയർന്നു. അത് കഴിഞ്ഞ് 25 വർഷം കൂടി പിന്നിട്ട് 2000 ആകുമ്പോഴേക്കും, അപ്പോഴേക്കും നമ്മളൊക്കെ ഇങ്ങനെ എത്തിയല്ലേ, നമ്മളൊക്കെ ആക്റ്റീവായി. 2000 ആകുമ്പോഴേക്കും സ്വർണത്തിന്റെ വില ഒരു പവന് 3212 രൂപയായി. 2015 എത്തുമ്പോൾ അത് നേരെ ഉയർന്ന 19,760 രൂപയായി. 2020 ആകുമ്പോൾ അത് 32,000 രൂപയായി ഒരു പവന്. 2024 ആകുമ്പോഴേക്കും, അതായത് കഴിഞ്ഞ വർഷം 50,200 രൂപയിലാണ്, അതായത് 1,00,000 കടന്നാണ് കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്തത്, കഴിഞ്ഞ വർഷം ഡിസംബർ ആകുമ്പോൾ. ഇനിയാണ് നമ്മൾ ഞെട്ടാൻ പോകുന്നത്. ഈ വർഷത്തെ സ്വർണ്ണവിലയുടെ ഗ്രാഫ് കൂടി കാണിച്ചു തരാം. 2025, അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന കറന്റ് ഇയർ, ഈ വർഷത്തെ സ്വർണ്ണവിലയുടെ ഗ്രാഫ് കുതിച്ചു കയറുകയായിരുന്നു. 2025 ജനുവരിയിൽ 57,200 നിന്നാണ് തുടക്കം. ഫെബ്രുവരി ആകുമ്പോൾ അത് 61,960 ആകുന്നു. മാർച്ച് ആകുമ്പോൾ 63,520 ആകുന്നു. ഏപ്രിൽ ആകുമ്പോഴേക്കും അത് നോക്കൂ 68,080 ആകുന്നു. മേലോട്ട് ഒറ്റ പോക്കാണ്. അത് കഴിഞ്ഞ് മെയ് മാസം ആകുമ്പോൾ 70,000 കടന്ന് 70,200 എത്തുന്നു. ജൂൺ ആകുമ്പോഴേക്കും, വർഷം പകുതിയാകുമ്പോൾ 71,360, അതായത് 50,000 നിന്ന് തുടങ്ങിയ ഒരു പോക്കാണ് ഇങ്ങനെ അങ്ങ് പോകുന്നത്. അടുത്ത മാസം ജൂൺ കഴിഞ്ഞ് ജൂലൈ ആകുമ്പോഴേക്കും നോക്കൂ, ജൂലൈ ആകുമ്പോഴേക്കും 72,160 നിൽക്കുന്നത്. ഓഗസ്റ്റ് ആകുമ്പോൾ നേരെ 73,200, സെപ്റ്റംബറിൽ 77,640, ഒക്ടോബർ ആകുമ്പോൾ 87,440. കഴിഞ്ഞ മാസം നവംബർ ആകുമ്പോഴേക്കും ഒറ്റ പോക്കായിരുന്നു. 87 നിന്ന് നേരെ 93,760 ചെന്ന് നിന്നത്. 2025 ഡിസംബർ തുടങ്ങുമ്പോൾ 95,680 ആയിരുന്നു. അത് ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം ഡിസംബർ 23 ആകുമ്പോഴേക്കും അത് വന്ന് നിൽക്കുന്നത് നേരെ മുകളിലേക്കാണ്. ഡിസംബർ 23 ആകുമ്പോഴേക്കും 1,01,600 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണത്തിന്റെ വില. അപ്പോൾ സ്വർണത്തിന്റെ വില ഇങ്ങനെ കുതിച്ചു കയറുമ്പോൾ ഈ വർഷം തുടക്കത്തിൽ സ്വർണം വാങ്ങിയ ഒരാൾക്ക് എന്താണ് മെച്ചം? ഇന്ന് സ്വർണ്ണ നിക്ഷേപം എന്ന നിലയിലൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സ്വർണം വാങ്ങിയിട്ടുള്ള ഒരാൾക്ക് 75% മൂല്യവർദ്ധനയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനിയും വില കൂടുമോ അതോ കുറയുമോ?